ഓക്കെ, സമയം 10:18. അത് ഫസ്റ്റത്തെ അരമണിക്കൂറിൻ്റെ അതേ റേഞ്ച് തന്നെ മാർക്കറ്റ് ഇപ്പോഴും. ഇത് ഫസ്റ്റത്തെ 1 അവർ നമ്മൾ ആ റേഞ്ചിന് ഹൈ 24,550 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോ 24,241, ഏകദേശം 260 പോയിൻറ്റിൻ്റെ അടുത്ത്, 259 പോയിൻറ്റ്. അപ്പോൾ എന്താണ്, എക്സ്റ്റൻഷൻ റേഡ് ആയിട്ട് എടുക്കില്ല, കാരണം വലിയ റേഞ്ച് ആയതുകൊണ്ട്. പക്ഷെ നമ്മൾ ഈ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഈ റേഞ്ചിനേക്കാളും താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ആ ഒരു തിയറി വെച്ചിട്ട് നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു അരമണിക്കൂറിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ വെള്ളിയാഴ്ച കണ്ട ആ ഒരു ഫസ്റ്റത്തെ 1 അവറിൽ കണ്ട സെല്ലർ ഉണ്ടല്ലോ, ആൾക്ക് നമ്മൾ ഈ മാർക്കറ്റത്തെ ന്യൂസൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ആൾ മാർക്കറ്റിന് താഴെ കൊടുത്തിട്ട് നമ്മളെ ജപ്പാൻ്റെ എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ന്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. ഇന്നും അതെ, ഫസ്റ്റത്തെ അരമണിക്കൂറിൽ ഏകദേശം 1,50,000 അടുത്ത് നിഫ്റ്റിയിൽ ലോട്ട് ട്രേഡ് ചെയ്തെടുക്കുന്നത്. അതേമാതിരി പിന്നത്തെ അരമണിക്കൂർ 9:45 ടു പിന്നെ 9:45 ടു 10:15 വരെക്കുള്ളതിൽ ഏകദേശം അതിൻ്റെ പകുതി അവിടെയും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഒരു 50,000 മുകളിൽ ലോട്ട് അവിടെ സെല്ലുണ്ട്. 1.36 മില്യൺ അതിൽ കാണുന്നത്. അപ്പോൾ ഏകദേശം അത്ര ഉണ്ടാവും. അപ്പോൾ നല്ല ഹ്യൂജ് വോളിയുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ ഈ ഫസ്റ്റത്തെ അരമണിക്കൂറിൻ്റെ റേഞ്ചിൻ്റെ ലോ എന്തായാലും നോക്കണം, നമ്മളവിടെ ട്രേഡ് എടുക്കും. പിന്നെ എക്സ്റ്റൻഷൻ ട്രേഡ് ഉണ്ടാവില്ല എന്ന്, എത്രയും വലിയ റേഞ്ച് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ 24,600 PM ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന സെല്ലർക്ക് മാർക്കറ്റ് ന്യൂസ് അറിയുന്നുണ്ടായിരുന്നു. ആൾ മാർക്കറ്റിന് ഈ റേഞ്ച് വരെ എത്തിച്ച്. സമയം 1:43. മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല സെല്ലിങ് ആണ്, പക്ഷെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടില്ല. ഇത് ഇന്ന് നമ്മൾ ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റിട്ടോ, നമ്മൾ റോഡിൽ ചെറിയൊരു ചേഞ്ച് എത്തിയിരുന്നു. ആ ഓർമ്മ ഉണ്ടായില്ല ട്രേഡ് ചെയ്യുന്ന സമയത്ത്. അത് നമ്മൾ 10:15 ടു 10:45 നമ്മൾ ട്രേഡ് എടുക്കാറില്ലല്ലോ ആ ബ്രേക്കൗട്ടിൽ. ആ ബ്രേക്കൗട്ട് പോകുന്ന ഈ ഒരു ഏരിയ ആണത്. നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ സി സൈഡ് എന്ന് പറയും. ഓക്കെ ഓക്കെ, ഈ ഒരു ഏരിയ. പക്ഷെ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ആ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ബ്രേക്കൗട്ട്, അത് ഇതിൻ്റെ ലോ, ഈ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കണം എന്ന് റൂൾ നമ്മൾ മാറ്റിയിരുന്നു. ഇങ്ങനത്തെ നല്ല ട്രെൻഡ് എത്ര ഹ്യൂജ് വോളിയം വരുന്നു. പക്ഷെ നമ്മളത് മറന്നിട്ട് നമ്മൾ ഈ ഒരു ഏരിയക്ക് മാർക്കറ്റ് തിരിച്ചു വന്ന എൻട്രി ട്രിഗർ ആ വലിയ ലെവലിലേക്കാണ് ട്രിഗർ ചെയ്ത് എൻട്രി കൊടുത്തിട്ടുണ്ട്. സോ എൻട്രി ട്രിഗറിൽ നമ്മൾ 600 മേടിക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. ശരിക്കും നമ്മളൊരു 620 റേഞ്ചിൽ മേടിക്കേണ്ടതായിരുന്നു. പിന്നെ അവിടെ നല്ല ഹ്യൂജ് സെല്ലിങ് കിടന്ന് ഏകദേശം 820 വരെ പോയി. ഓക്കെ, പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി വേറെ ട്രേഡുകളൊന്നുമില്ല. നാളെ നമുക്ക് പോകും. പക്ഷേ ഇങ്ങനത്തെ ഈ നല്ല ട്രെൻഡിങ്ങിൻ്റെ 2 തവണ നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച മിസ്സായി, ഇന്ന് മിസ്സായി. ഇങ്ങനത്തെ മിസ്സിങ് വരുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് 2 ദിവസമാണ് നമുക്ക് മിസ്സാവണം. എന്തായാലും നമുക്ക് നോക്കാം, ബാക്കി നാളെ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നിനി വേറെ ട്രേഡും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ.